ആണ് തെവനിൻ തിയറം. തെവനിൻ ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് തെവനിൻ. പുള്ളിയാണ് ഫോർമുലേറ്റ് ചെയ്തത്. ഇപ്പൊ തെവനിൻ തിയറം പറയുന്നത് ഏതെങ്കിലും എ ഗിവൺ നെറ്റ്വർക്ക് വെൻ വ്യൂഡ് ഫ്രം എനി ടു ടെർമിനൽസ്, ഇവിടെ എക്സാമ്പിൾ ആണെങ്കിൽ എ ബി എന്നുള്ള ടെർമിനൽസ് ഓപ്പൺ സർക്യൂട്ട് ഏതെങ്കിലും രണ്ട് ടെർമിനൽ നോക്കുകയാണെങ്കിൽ ഈ നെറ്റ്വർക്കിനെ എത്ര വലിയ നെറ്റ്വർക്ക് ആണെങ്കിലും എനി നെറ്റ്വർക്ക് ലീനിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസോ ഉള്ള നെറ്റ്വർക്കേ പറ്റൂ കേട്ടോ. ലീനിയർ എനി നെറ്റ്വർക്ക് can be അല്ലേ according to this theorem a given network when viewed from any two terminals, open circuit any two terminals, ഏത് നെറ്റ്വർക്കിനെ നിങ്ങൾക്ക് ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. can be replaced by a single voltage source in series with a single resistance. ഇതുപോലെയുള്ള വലിയ ഇത് ചെറിയൊരു നെറ്റ്വർക്കാണ്. ഇതിനെ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിനൊരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ്, അതിനെ തെവനിൻ വോൾട്ടേജ് എന്ന് പറയും. സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ആ വോൾട്ടേജ് സോഴ്സിനെ സിംഗിൾ റീപ്ലേസ് ചെയ്യുന്ന ആ സിംഗിൾ വോൾട്ടേജ് സോഴ്സിനെ VTH തെവനിൻ വോൾട്ടേജ് എന്നും, അതുപോലെ സിംഗിൾ റെസിസ്റ്റൻസിനെ തെവനിൻ റെസിസ്റ്റൻസ് എന്നും പറയും. ഇതാണ് തെവനിൻ തിയറം. അപ്പോൾ എനി നെറ്റ്വർക്ക് ക്യാൻ വ്യൂഡ് ഫ്രം എനി ടു ടെർമിനൽസ് ക്യാൻ ബി ഇതാണ് റീപ്ലേസ്ഡ് ബൈ എ സിംഗിൾ വോൾട്ടേജ് സോഴ്സ് സീരീസ് വിത്ത് എ സിംഗിൾ റെസിസ്റ്റൻസ് ഈസ് കോൾഡ് തെവനിൻ തിയറം. ഇപ്പോൾ തെവനൈസ് സർക്യൂട്ടിനെ തെവനൈസ് ചെയ്യാൻ സ്റ്റെപ്പുകളുണ്ട്, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ തിയറം മാത്രം പറഞ്ഞാൽ പോരാ, സ്റ്റെപ്പുകളും പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു സർക്യൂട്ടിനെ തെവനൈസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സർക്യൂട്ട്. അപ്പോൾ വ്യൂഡ് ഫ്രം എ ബി തെവനൈസ്ഡ് സർക്യൂട്ട് എന്ന് പറയാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എ ബിനെ ഓപ്പൺ സർക്യൂട്ട് ആവുക. അപ്പോൾ എന്ത് ചെയ്യണം? റിമൂവ് ദി റെസിസ്റ്റൻസിൽ എ ബിയിൽ തെവനൈസ് ഫ്രം എ ബി എന്ന് പറഞ്ഞാൽ എ ബിക്ക് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യുക. ഇവിടെ RL ആണ്, ലോഡ് റെസിസ്റ്റൻസ് ആണുള്ളത്, അതിനെ റിമൂവ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് എ വോൾട്ടേജ് ബിറ്റ്വീൻ ദി ടെർമിനൽ എ ബി. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എ ബിയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, കറണ്ട് ഒന്നും ഫ്ലോ ഉണ്ടാവില്ല. CD എ ബിയും CD യും അല്ലേ സെയിം പോയിന്റ് അല്ലേ? അപ്പോൾ വോൾട്ടേജ് അറ്റ് CD കണ്ടുപിടിച്ചാൽ മതി. വോൾട്ടേജ് അറ്റ് CD എന്ന് പറഞ്ഞാൽ I ഇൻറ്റു ഈ സർക്യൂട്ടിലെ കറണ്ട് I ഇൻറ്റു R2 അല്ലേ? അതാണ് തെവനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അറ്റ് പോയിന്റ് എ ബിയിലുള്ള വോൾട്ടേജിനെയാണ് തെവനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് ഇത് കണ്ടുപിടിച്ചാൽ മതി, റെസിസ്റ്റൻസ് R2ന്റെ VR2 കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് തെവനിൻ വോൾട്ടേജ് കിട്ടും. തെവനിൻ വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കേസിൽ എന്താണ് IR2 അല്ലേ? ഇവിടെ ഒരു തെവനിൻ റെസിസ്റ്റൻസ് കാണണ്ടേ, സിംഗിൾ റെസിസ്റ്റൻസ് കാണണ്ടേ? ആ സിംഗിൾ റെസിസ്റ്റൻസ് കാണാൻ നിങ്ങൾ അതുപോലെ ഈ ടെർമിനലിൽ നോക്കുക. ഏതെങ്കിലും വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ആ വോൾട്ടേജ് സോഴ്സിന് ഇന്റേണൽ റെസിസ്റ്റൻസ്, ഇവിടെ സ്മോൾ r ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ്, വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, അത് ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുക. ഇവിടെ കറണ്ട് സോഴ്സ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യുക? ഓപ്പൺ സർക്യൂട്ട് വെക്കുക. ഇതുപോലെ ആക്കിയിട്ട് റെസിസ്റ്റൻസ് നോക്കുക. ഇതാണ് ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്ര കിട്ടും? R2ഉം R1 + R ഉം പാരലൽ ആയിരിക്കും അല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെവനിൻ റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ VTH ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിനി എന്ത് ചെയ്യാം? ലോഡ് റെസിസ്റ്റൻസ് എ ബി ക്രോസ് വെക്കുക. ലോഡ് റെസിസ്റ്റൻസ് എ ബിക്ക് ക്രോസ് വീണ്ടും ഫിക്സ് ചെയ്യുക. ഇനി കറണ്ട് കാണാം. കറണ്ട് ത്രൂ ലോഡ് റെസിസ്റ്റൻസ് എന്ത് കിട്ടും? I = വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. RTHഉം തെവനിൻ റെസിസ്റ്റൻസ് സിംഗിൾ റെസിസ്റ്റൻസ് ഇല്ലേ, RTHഉം നമ്മുടെ ലോഡ് റെസിസ്റ്റൻസും സീരീസ് ആണ്. എന്ത് കിട്ടും? ടോട്ടൽ കറണ്ട് I = VTH തെവനിൻ വോൾട്ടേജ് ഡിവൈഡ് ബൈ RTH + RL വെച്ച് കാണാൻ പറ്റും. നിങ്ങളൊരു പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും. ഈ സ്റ്റെപ്പ് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ലോഡ് റെസിസ്റ്റൻസ് RLനെ റിമൂവ് ചെയ്യുക. എന്നിട്ടോ അപ്പോൾ എ ബി എന്നുള്ള പോയിന്റിലുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കാണുക. അതിനാണ് തെവനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് തെവനിൻ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. തെവനിൻ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഏതെങ്കിലും വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുക. ഏതെങ്കിലും കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ചെയ്യുക, കറണ്ട് സോഴ്സിനെ
ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ഓൺലി ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുകയും വേണം കേട്ടോ. വോൾട്ടേജ് സോഴ്സ് ഇന്റേണൽ റെസിസ്റ്റൻസ് വെക്കുക, കറണ്ട് സോഴ്സ് ഓപ്പൺ സർക്യൂട്ട് വെക്കുക. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്തിട്ട് ഈക്വലൻ്റ് ആയിട്ടുള്ള RTH കാണുക. നൗ നിങ്ങൾക്ക് എൻ്റയർ നെറ്റ്വർക്കിന് ഇതുപോലെ തെവെനിൻ റെസിസ്റ്റൻസും തെവെനിൻ വോൾട്ടേജും ഒരു സീരീസ് ആയിട്ടുള്ള തെവെനിൻ റെസിസ്റ്റൻസും വെച്ച് കിട്ടും. ഇനി നിങ്ങൾ വീണ്ടും ആ നമ്മളെ റിമൂവ് ചെയ്ത റെസിസ്റ്റൻസിനെ ഫിക്സ് ചെയ്യുക. ഏത് ടെർമിനലിനാണോ റിമൂവ് ചെയ്തത് അവിടെ ഫിക്സ് ചെയ്യുക. നൗ റീപ്ലേസ് ദി നെറ്റ്വർക്ക് ബൈ സിംഗിൾ തെവെനിൻ സോഴ്സ്, കണക്ട് RL ബാക്ക് ടു ദ ടെർമിനൽസ് ആൻഡ് കാൽക്കുലേറ്റ് ദി കറണ്ട്. കറണ്ട് എന്ത് കിട്ടും? VTH ഡിവൈഡ് ബൈ ടോട്ടൽ RTHും തെവെനിൻ റെസിസ്റ്റൻസും നമ്മളെ ലോഡ് റെസിസ്റ്റൻസും സീരീസിലാണ്. കറണ്ട് എന്ത് കിട്ടും? വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് അല്ല, സീരീസ് ആൻഡ് RTH പ്ലസ് RL. ഈ സ്റ്റെപ്പ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഫോർ എ സർക്യൂട്ട് ഇൻ ഫിഗർ കാൽക്കുലേറ്റ് ദി കറണ്ട് ഇൻ 10 ohm റെസിസ്റ്റൻസ് യൂസ് തെവെനിൻ തിയറം നമ്മൾ ചോദിക്കും. കാൽക്കുലേറ്റ് കറണ്ട് ഇൻ 10 ohm ആണ്. അപ്പോൾ റിമൂവ് ചെയ്യേണ്ടത് ഈ 10 ohമിനാണ് റിമൂവ് ചെയ്യേണ്ടത്. നമ്മൾ 10 ohമിനെ റിമൂവ് ചെയ്യുക. വോൾട്ടേജ് ക്രോസ് AB കാണുക അല്ലേ, VAB കാണുക. VAB കാണാം. VAB എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ ആദ്യം വോൾട്ടേജ് അക്രോസ് 2 ohm റെസിസ്റ്റൻസ് കാണണം. ഇത് ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യൂല അല്ലേ. അപ്പോൾ വോൾട്ടേജ് അക്രോസ് 2 ohm എന്താണ് കിട്ടുക? 20 വോൾട്ട് 5 2. ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യാണ് കറണ്ട് ചെയ്യുക. 5ഉം 2ഉം സീരീസിലാണ്. അപ്പോൾ എത്ര കിട്ടും? 20 വോൾട്ട് 5ഉം 2ഉം സീരീസിലാണ്. അപ്പോൾ സീരീസ് റെസിസ്റ്റൻസിൽ വോൾട്ടേജ് ഡിവൈഡർ റൂൾ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടോട്ടൽ കറണ്ട് കാണാൻ. ടോട്ടൽ കറണ്ട് എത്ര കിട്ടും? 20 ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, സീരീസ് റെസിസ്റ്റൻസ് 5ഉം 2ഉം സീരീസിലാണ്. ഇവിടെ ഇതിലെ കൂടെ കറണ്ട് ഒന്നും ഫ്ലോ ഇല്ല. ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഇതിലെ കൂടെ മാത്രമേ കറണ്ട് ഉള്ളൂ. ഇപ്പോൾ ടോട്ടൽ I × R കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും അല്ലേ. ടോട്ടൽ കറണ്ട് ആദ്യം കാണുക. ടോട്ടൽ കറണ്ട് എത്ര കിട്ടും? 20 ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 7. 20 ബൈ 7 ആണ് കറണ്ട് ഇൻറ്റു 2 ohm റെസിസ്റ്റൻസ് അല്ലേ. വോൾട്ടേജ് അക്രോസ് 2 ഇൻറ്റു 2 ഇതാണ് കറണ്ട് 2. ഇത് തന്നെയാണ് കേട്ടോ 5.7. 5.7 ആണ് വോൾട്ടേജ് അക്രോസ് 2 ohm. 5.7 ആണ്. നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഒരു 12 വോൾട്ടും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ KVL അപ്ലൈ ചെയ്യണം. ഇവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ്. അപ്പോൾ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല, പക്ഷേ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ട്. ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ട്. ലൂപ്പ് DABC കൺസിഡർ ചെയ്യുക. ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ABCDയോ അല്ലെങ്കിൽ DABC അങ്ങനെ എടുക്കാം. DABC എടുക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുക കറണ്ട്? DABC നോക്കുക. DABC കറണ്ട് ഇല്ല, അതുകൊണ്ട് DABC ആകുമ്പോൾ +2 -y വോൾട്ടേജ്. അപ്പോൾ -12. ഇത് നിങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് എടുക്കാം. DAB ഇവിടെ നോക്കിയാൽ +2 -y -12. ഇവിടുന്ന് DABC ആകുമ്പോൾ A to B +2 -VAB 2 ohmiന് അക്രോസ് 5.7 വോൾട്ട് ആണുള്ളത്. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ? നെഗറ്റീവ് പ്ലസ് 5.7 = 0. അപ്പോൾ VAB എന്ത് കിട്ടും? VAB അതായത് തെവെനിൻ വോൾട്ടേജ് കിട്ടും. ചെയ്ത് കഴിഞ്ഞാൽ -6.3 എന്നാണ് കിട്ടുക. ഇനി നമുക്ക് തെവെനിൻ റെസിസ്റ്റൻസ് കാണണം. അത് കാണാൻ എന്ത് ചെയ്യുക? 20 വോൾട്ടിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം, 12 വോൾട്ടിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 5ഉം 2ഉം പാരലൽ കിട്ടും. അത് 8 ആയിട്ട് സീരീസിലാണ് അല്ലേ. ഇത് രണ്ട് പാരലൽ, അത് 8 ആയിട്ട് സീരീസ്. അപ്പോൾ 5 പാരലൽ 2 + 8. ഇതിനെ നിങ്ങൾക്കറിയാം ചെയ്യേണ്ട കാര്യം. 5 × 2 ഡിവൈഡ് ബൈ 5 + 2 7 കിട്ടും. 9.43. നിങ്ങൾ ഇതിനെ തെവെനിൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. കിട്ടും അല്ല, നെഗറ്റീവ് ആണ് 6.3 9.43. 10 ohമിനെ ഇവിടെ വെക്കുക. ആദ്യം റിമൂവ് ചെയ്ത 10 ohമിനെ ഇവിടെ വെക്കുക. ഇനി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം കറണ്ട്. I = എന്താണ്? വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. 9.43 10ഉം സീരീസാണ്. ചെയ്താൽ കിട്ടും 0.32 ആമ്പിയർ ആണ് കിട്ടുക. സ്റ്റെപ്പ് അടുത്തൊരു ഇതുപോലെയുള്ള സിമ്പിൾ പ്രോബ്ലം നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ. ഇത് എളുപ്പത്തിൽ കിട്ടും. കാൽക്കുലേറ്റ് ദ കറണ്ട് ത്രൂ RL യൂസിങ് തെവെനിൻസ് തിയറം. അപ്പോൾ RL ആണ്. അപ്പോൾ RLനെ ആദ്യം റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തു. ഇനി തെവെനിൻ വോൾട്ടേജ് കിട്ടുക അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 10 വോൾട്ട് 4 ohമിനും 6 ohമിനും സീരീസ് ആയിട്ടാണ് വരിക. ഇതിലെ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഓപ്പൺ സർക്യൂട്ടാണ് കറണ്ട് ഇതിലെ കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ കറണ്ട് I എന്ത് കിട്ടും?
ബൈ വോൾട്ടേജ് 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 1 1 ഇൻറ്റു നമ്മൾ തെവനിൻ വോൾട്ടേജ് എത്ര കിട്ടണം? വി വോൾട്ടേജ് അക്രോസ് എ ബി, അതായത് ഈ പോയിന്റ് തന്നെയാണ് സി ഡി അല്ലെ, 6 ഓമിന് അക്രോസിലെ വോൾട്ടേജാണ്. ഇതാണ് കിട്ടുക 1 ഇൻറ്റു കറണ്ട് നമുക്ക് കിട്ടി ഐ 1 ഇൻറ്റു 6 അല്ലേ, 6 വോൾട്ട് ആണ് നമ്മുടെ തെവനിൻ വോൾട്ടേജ്. ഇനി തെവനിൻ റെസിസ്റ്റൻസ് കിട്ടാൻ എന്ത് ചെയ്യുക? 10 വോൾട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ഇപ്പത്തിനാണ് 4ഉം 6ഉം പാരലാണ് കിട്ടുക. അപ്പോൾ 2.4 കിട്ടും തെവനിൻ റെസിസ്റ്റൻസ്. ഇനി നിങ്ങൾക്ക് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. 6ഉം 2.4ഉം വെച്ചിട്ട് ഈ സർക്യൂട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇനി റിമൂവ് ചെയ്ത 3.6നെ ഫിക്സ് ചെയ്യുക. ഇനി കറണ്ട് എന്ത് കിട്ടും? കറണ്ട് ഐ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് 6 ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 2.4 പ്ലസ് 3.66 തന്നെ കിട്ടും. 1 ആംപിയർ തന്നെയാണ് കിട്ടുക കറണ്ട്. കാൽക്കുലേറ്റ് ദ കറണ്ട് ത്രൂ 8 ഓം. അപ്പോൾ 8 ഓമിനെ റിമൂവ് ചെയ്യുക, എന്നിട്ട് നോക്കുക. ഇവിടെ നിന്ന് നോക്കണം കേട്ടോ. ഇവിടെ നോക്കുക, 40 വോൾട്ട് 1 ഓം ആണ് തന്നിരിക്കുന്നത്. ഇന്റർണൽ റെസിസ്റ്റൻസ് 1 ഉണ്ട്. അപ്പോൾ ഇവിടെ 1 നിങ്ങൾ ചെയ്യുക കേട്ടോ. 1 3 5 6 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 4 ഓം ആണുള്ളത് അല്ലേ. 40 വോൾട്ട് 4 ഓം 6. ഇപ്പോൾ തെവനിൻ റെസിസ്റ്റൻസ് ഇതിലെ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് 5ലെ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ 4ഉം 6ഉം സീരീസിലാണുള്ളത്. ടോട്ടൽ കറണ്ട് ഐ എന്ത് കിട്ടും? ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. 4ഉം 6ഉം സീരീസിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. കാരണം ഇവിടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. 4ഉം 6ഉം സീരീസിൽ 10. 40 ബൈ 10 അതിനെ 4 കിട്ടും. തെവനിൻ വോൾട്ടേജ് എത്ര? വി എ ബി ഈസ് ഈക്വൽ ടു ഇതിലെ കൂടെ കറണ്ട് ഒന്നുമില്ല. ഇതാണ് ടോട്ടൽ ഐ ഇൻറ്റു 6 ആണ്. കിട്ടും 4 ഇൻറ്റു 6 24 വോൾട്ട് എന്നാണ് തെവനിൻ വോൾട്ടേജ് കിട്ടുക. തെവനിൻ റെസിസ്റ്റൻസ് കിട്ടാൻ 40 വോൾട്ടിനെ ഷോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതുപോലെ തന്നെ 3ഉം 1ഉം 4 6 പിന്നെ ഇവിടെ 5 ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നോക്കുക 4ഉം 6ഉം പാരലാണ്. 4 6ഉം പാരലായിട്ടുള്ള ഈക്വലൻ്റ് കിട്ടും. അത് പ്ലസ് 5 സീരീസ് അല്ലേ. 4ഉം 6ഉം ചെയ്യുമ്പോൾ 6 ഈക്വലൻ്റ് അല്ലേ. ഈക്വലൻ്റ് പ്ലസ് 5 അല്ലേ സീരീസിൽ കിട്ടുക. 7.4 ഓം ആണ് നമ്മളെ തെവനിൻ റെസിസ്റ്റൻസ് കിട്ടുക. ഇനി ഇതിന് രണ്ടിന് സീരീസ് ആയിട്ട് ചെയ്യുക. 24 വോൾട്ടും 7.4ഉം. ഇനി ഏതിൻ്റെ കറണ്ടാണോ കാണേണ്ടത് ആ റെസിസ്റ്റൻസ് ഇവിടെ ഫിക്സ് ചെയ്യുക. ഇനി കറണ്ട് എടുത്ത് കിട്ടും വി ബൈ ആർ 24 വോൾട്ട് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇവിടെ 7.4ഉം 8ഉം സീരീസ് ആണ് അല്ലേ. ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ കറണ്ട് കിട്ടും.